Hi, welcome to Jinu's Fashion. ഇന്ന് നമ്മൾ ഒരു അടിപൊളി പുളിഹോരയാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. പുളിഹോര എന്ന് പറയുന്നത് ഒരു 1 pot meal ആണ്. അത് നമുക്ക് യാത്രയൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഇത് കൂടെ കൊണ്ടുപോകാന്ന് വെച്ചാൽ ഒരു ദിവസമൊക്കെ അഴുക്കാകാതെ നമുക്ക് യാത്രയിലൊക്കെ പോകുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു 1 pot meal ആയിട്ടാണ് നമ്മൾ പുളിഹോര തയ്യാർ ചെയ്യുന്നത്. ആക്ച്വലി പുളിഹോര എന്ന് പറയുമ്പോൾ അതിനകത്ത് പുളി ആഡ് ചെയ്തിട്ടാണ് പിഴിപുളി ആഡ് ചെയ്താണ് നമ്മൾ പുളിഹോര തയ്യാർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മാങ്ങയുടെ സീസൺ ഉള്ളപ്പോൾ മാങ്ങ വെച്ച് നമ്മൾ പുളിഹോര തയ്യാർ ചെയ്യാറുണ്ട്. അതുപോലെ നെല്ലിക്ക നമുക്ക് കിട്ടുന്ന സമയത്ത് നെല്ലിക്ക ഉപയോഗിച്ച് നമ്മൾ ആംല റൈസ് നമ്മൾ പുളിഹോര റെഡിയാക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നാരങ്ങ നമ്മൾ ലെമൺ റൈസ് നമ്മൾ ഇതുപോലെ യാത്രയൊക്കെ പോകുന്നവരും ട്രെയിനിലൊക്കെ അതുപോലെ കാറിലൊക്കെ നമ്മൾ ലോങ് ജേർണിയൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അഴുക്കാകാത്ത ഒരു റൈസ് 1 pot മീലായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ റൈസാണ് പുളിഹോര എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കിളുന്ന പുളിയുടെ ഇല ഇപ്പോൾ ഈ ആന്ധ്രയിൽ ഇങ്ങനെ ഓരോ സീസണിൽ ഓരോന്ന് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കിളുന്ന പുളിയുടെ ഇല ഉപയോഗിച്ച് നമ്മളിന്ന് പുളിഹോര തയ്യാർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ആരും തന്നെ ചെയ്ത് കാണത്തില്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നല്ല സാധാരണ ഇല കേട്ടോ, കിളുന്ന ഇലയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് ഞെരടിയെത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പെട്ടെന്ന് ഇല നമുക്കിങ്ങനെ അടന്ന് കിട്ടും. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് ഈ പുളിയുടെ കിളുന്ന ഇല ഉപയോഗിച്ച് നമുക്ക് ഇന്നൊരു പുളിഹോര തയ്യാർ ചെയ്യാൻ പോവാണ്. അതെങ്ങനെ തയ്യാർ ചെയ്യാമെന്നുള്ള വീഡിയോയിൽ ഇപ്പോൾ കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് കിളുന്ന പുളിയുടെ ഇല ഉപയോഗിച്ചാണ് നമ്മൾ പുളിഹോര തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. പുളിഹോര സാധാരണ പുളി പിഴിഞ്ഞെടുത്താണോ നമ്മൾ തയ്യാർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ പുളിയുടെ ഇലയാണ്, നല്ല കിളുന്ന ഇല ഉപയോഗിച്ച് നമ്മൾ ഇന്ന് പുളിഹോര തയ്യാർ ചെയ്യാനായിട്ട് പോവുകയാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് ഇപ്പോൾ വീഡിയോയിൽ കാണാം. അപ്പം നമ്മളിന്ന് പുളിയുടെ ഇല ഉപയോഗിച്ചുള്ള പുളിഹോര തയ്യാർ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് കപ്പലണ്ടി നന്നായിട്ട് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കപ്പലണ്ടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കടലപ്പരിപ്പ്, 1 ടീസ്പൂണ് ഉഴുന്നുപരിപ്പ്, അതുപോലെ ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് പുളിയുടെ ഇല, കിളുന്ന ഇലയാണ്, നന്നായിട്ട് കഴുകി നമ്മൾ വെള്ളമയമൊക്കെ മാറ്റിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ക്രഷ് ചെയ്താണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത്. ഇതുപോലെ കയ്യിലെടുക്കുക, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുളിയുടെ ഇല ഇട്ടിട്ടുണ്ട്. ഇത് നല്ലൊരു പുളിഹോരയാണ്. പുളിഹോര എന്ന് പറയുമ്പം നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇച്ചിരി ദൂരയാത്രയൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ പുളിഹോര നമ്മൾ റെഡിയാക്കിക്കൊണ്ട് പോകും. ഇതുപോലെ എന്ന് വെച്ചാൽ പുളിഹോര റെഡിയാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ കുറച്ച് നേരം നമുക്ക് കേടാകാതിരിക്കും. ലോങ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ നമുക്ക് പുളിഹോര ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ കഴിക്കാനും നല്ലതാണ്. അതുപോലെ കേടാകാതിരിക്കുന്ന ഒരു ഫുഡ് ഐറ്റം കൂടാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് പുളി അനുസരിച്ച് അതുപോലെ തന്നെ ചോറിനും കൂടെ അനുസരിച്ചുള്ള ഉപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചോറാണ്, നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറാണ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് 1 കപ്പ് പുളിയുടെ ഇല എടുക്കുകയാണെങ്കിൽ 1 കപ്പ് അരി തന്നെ നമ്മൾ എടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ചിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നന്നായിട്ട് പുളി ഒക്കെ ഇതിൽ ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇത് 2 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചത്. പിന്നെ നമുക്കൊന്ന് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കിളുന്ന പുളിയുടെ ഇല ഉപയോഗിച്ചുള്ള പുളിഹോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആന്ധ്രയിൽ പറയുന്നത് ചിന്ത ചിഗുരു എന്നാണ് പറയുന്നത്. ഇതിന്
ചിന്തച്ചിഗുരു പുളിഹോര എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ചിന്തച്ചിഗുരു പുളിഹോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിലും പുളി മരങ്ങളുള്ളവർ കിളുന്ന ഇല എടുക്കുക, നല്ല നേർന്ന് വരുന്ന പുതിയതായിട്ട് വരുന്ന ഇല ഉപയോഗിച്ച് ഇങ്ങനെ ഒരു പുളിഹോര തയ്യാർ ചെയ്ത് നോക്കുക. ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ്സ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലെ തന്നെ നല്ല വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജിനു.